ഷഹബാസിന്റെ പിതാവ് ഒരു കാരണവശാലും ഇവർക്ക് ജാമ്യം അനുവദിക്കരുതെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ 6 വിദ്യാർത്ഥികൾക്കും കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകിക്കഴിഞ്ഞു കോടതി. വിവരങ്ങൾ SKN നേരിട്ട് കണ്ടതാണ് ഷഹബാസിന്റെ കുടുംബത്തിന്റെ ദുഃഖം. ഷഹബാസിന്റെ കുടുംബം ഈ കാര്യത്തിൽ 6 പേരും കൊലക്കുറ്റം നടത്തിയവരാണ്, അതുകൊണ്ട് കാരുണ്യം പാടില്ല എന്നായിരുന്നു കോടതിയോട് അഭ്യർത്ഥിച്ചത്. മാത്രമല്ല അവർ ഒരു അഭിഭാഷകനെ പ്രത്യേകം വെക്കുകയും ആ അഭിഭാഷകൻ മുഖേന അവരുടെ എതിർപ്പ് കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു SKN. അതായത് ഈ കുട്ടികൾക്ക് +1 അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇളവ് ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ആ ജാമ്യാപേക്ഷയിൽ തന്നെ എതിർപ്പ് രേഖപ്പെടുത്തി. അങ്ങനെയാണ് ഒരു ദിവസത്തേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോലീസിൻ്റെ സംരക്ഷണത്തിൽ അവരെ ജുനൈൽ ജസ്റ്റിസ് ഹോമിൽ നിന്നും പുറത്തേക്ക് അയച്ചത്. അന്ന് പോലീസ് അത് ഓൺലൈൻ അഡ്മിഷൻ ആക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്നാൽ അതിന് ചട്ടം അനുവദിക്കാത്തതിനാൽ അങ്ങനെ പോലീസ് സുരക്ഷയോടുകൂടിയായിരുന്നു അവർ ഈ 6 കുട്ടികൾ 2 വിദ്യാലയങ്ങളിലായി അഡ്മിഷൻ എടുത്തത്. ഏതായാലും ഇപ്പം ഈ കുടുംബത്തിൻ്റെ പ്രതികരണം ലഭ്യമായിട്ടില്ല. പക്ഷേ കുടുംബം നേരത്തെ തന്നെ അറിയിച്ചത് ഇതിനെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. കാരണം ഷഹബാസിൻ്റെ കുടുംബം ദാരുണമായ ഒരു കൊലപാതകത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും ഉണർന്നിട്ടില്ല. SKN ഒരുപക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരിക്കലും സംഭവിച്ചുകൂടാത്ത ഒരു ആൾക്കൂട്ട കൊലപാതകമായിരുന്നു ഷഹബാസിൻ്റെത്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ്, എന്ത് ഗ്രൗണ്ടിലാണ് ജാമ്യം അനുവദിച്ചത് എന്നുള്ളത് ജാമ്യത്തിൻ്റെ ഡിഗ്രി ഉത്തരവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ കൃത്യമായ എതിർപ്പ് പ്രോസിക്യൂഷൻ രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ നിരവധി തെളിവുകളും ഹാജരാക്കിയിരുന്നു. കാരണം ഡിജിറ്റൽ തെളിവുകൾ, ഇതൊരു ആസൂത്രിത കൊലപാതകമാണ്, സംഘം ചേർന്നുള്ള കൊലപാതകമാണ് എന്നുള്ളത് റൂറൽ പോലീസിൻ്റെ SP KE ബൈജു, അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സായൂജ്, DYSP സുഷീർ, ആ സംഘം പോലീസ് വളരെ കൃത്യമായി ഇതിൽ പണിയെടുത്തിരുന്നു. കാരണം ആയുധം ഉപയോഗിച്ചുള്ള ഒരു കൊലപാതകം ആണ് ഇത് എന്ന് കൃത്യമായി പറഞ്ഞു. മാത്രവുമല്ല SKN ഈ കേസിൻ്റെ അന്വേഷണം തീർന്നിട്ടില്ല. കുറ്റപത്രത്തിൻ്റെ 1-ാം ഭാഗമാണ് നൽകിയത്. ഇതിൻ്റെ ഗൂഢാലോചനയും മറ്റാരൊക്കെ പ്രതികളുണ്ട്, മുതിർന്നവർ പങ്കാളികളാണോ എന്നുള്ളതിൻ്റെ അന്വേഷണം നടക്കുകയാണ്. കുടുംബം കൃത്യമായി ആരോപിച്ചത് ഈ മുതിർന്നവരുടെ സഹായത്തോടെയാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഷഹബാസ് കൊലക്കേസിലെ 1-ാം പ്രതി അജ്നാസിൻ്റെ വീട്ടിൽ വെച്ച് നെഞ്ചക്ക്, അതായത് കൊലക്കുപയോഗിച്ച നെഞ്ചക്ക് കണ്ടെടുത്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു കുട്ടികൾ തമ്മിലുള്ള ഒരു തർക്കത്തിലുണ്ടായ അബദ്ധത്തിലെ കൊലപാതകമല്ല, ഇത് ആസൂത്രിതമായി കൊല്ലാൻ വേണ്ടി തന്നെ കൊന്നതാണ് എന്നുള്ളതിന് നിരവധി തെളിവുകൾ പ്രോസിക്യൂഷൻ നിരത്തുകയും ചെയ്തിരുന്നു SKN. ഏതായാലും കുടുംബം ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെയാണ്. അവരെ ജാമ്യത്തിൽ വിടരുത്, മാത്രമല്ല എൻ്റെ മകൻ്റെ പഠനം നിർത്തി കൊലപ്പെടുത്തിയവർ പഠിക്കേണ്ടതില്ല എന്ന നിലപാടാണ്, അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്ന നിലപാടിൽ തന്നെയാണ് ഷഹബാസിൻ്റെ ബാപ്പയും കുടുംബവും എന്നുള്ളത് ഉറപ്പാണ് SKN. ദീപക് തരമണമാണ് വിവരങ്ങൾ നൽകിയത്. അഷ്റഫ് പാറക്കൽ പറയുന്നു ഇനി ഇവിടെ അക്രമം കൂടുകയുള്ളൂ, കുറയത്തില്ല. അതുപോലെ തോമസ് ഊട്ടി പറയുന്നു ഇതാണ് നമ്മുടെ നിയമം, കൊലയാളികൾക്ക് നിയമവ്യവസ്ഥ കുടപിടിക്കുന്നു എന്നുകൂടി പറയുന്നു. ഈ എതിർപ്പുകൾ ഒരുപാട് പ്രേക്ഷകർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഷഹബാസിൻ്റെ കുടുംബം തന്നെ നേരത്തെ ഇക്കാര്യത്തിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. ഒരു ദിവസം അവർക്ക് ജാമ്യം കൊടുത്തപ്പോൾ തന്നെ, പുറത്തിറക്കിയപ്പോൾ തന്നെ ഷഹബാസിൻ്റെ പിതാവ് എതിർപ്പുമായി വന്നിരുന്നു. സ്കൂൾ അഡ്മിഷന് വേണ്ടിയായിരുന്നു നേരത്തെ ഒരു ദിവസം പുറത്തിറക്കിയത്, അതിന് തന്നെ എതിർപ്പായിരുന്നു. മാത്രമല്ല തൻ്റെ മകന് നീതി കിട്ടണം, ഇതിൽ കുട്ടികൾ മാത്രമല്ല കുറ്റാരോപിതർ എന്ന് വിശ്വസിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവ്. ശരിക്കും നഞ്ചക്ക് പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ കൊലപാതകത്തിന് മുന്നിൽ മറ്റുള്ള പ്രായപൂർത്തിയായ ആളുകളും ഉണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മളന്നത് കണ്ടപ്പോഴും പറഞ്ഞത്. 50,000 രൂപ ബോണ്ടും ഒക്കെ വെപ്പിച്ചിട്ടാണ് ജാമ്യവ്യവസ്ഥ അനുവദിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അന്വേഷണവുമായി സഹകരിക്കണമെന്നും എന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ രക്ഷിതാക്കൾ സത്യവാങ്മൂലം നൽകണം എന്നും പറയുന്നു. വിഷ്ണു സുരേഷ് വീണ്ടും ചേരുന്നു. വിഷ്ണു, ശരിക്കും ഈ കുറ്റാരോപിതർക്ക് നിയമവ്യവസ്ഥ കുടപിടിക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ പ്രേക്ഷകരൊക്കെ കമൻറ്റ് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പലപ്പോഴും നിയമവ്യവസ്ഥയിൽ നിന്ന് ആളുകൾക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന സാഹചര്യം ക്രിമിനൽ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും ക്രൈമിൻ്റെ എണ്ണം കൂട്ടുമെന്നും വരെ നാട്ടുകാർ പറയുന്നുണ്ട്. പറയൂ. SKN കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളുടെ അഭാവവുമാണ് പരിഗണനയ്ക്ക് വരിക. ആ ഒരു പശ്ചാത്തലത്തിൽ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ 2 തവണയാണ് ഈ പ്രതികൾക്ക് അനുകൂലമായൊരു സംഭവം കോടതിയുടെ ഭാഗത്തുണ്ടായത്. അതിലൊന്ന് ഈ പ്രതികളുടെ കുറ്റാരോപിതർ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം സർക്കാർ തടഞ്ഞു വെച്ച ഘട്ടത്തിൽ അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെ കോടതി ഉന്നയിച്ചിരുന്നു. ഈ ക്രൈമും അതോടൊപ്പം തന്നെ ഈ പരീക്ഷാഫലവും തമ്മിൽ എന്താണ് ബന്ധം, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികളുടെ ഇത്തരത്തിൽ ഈ പരീക്ഷാഫലം
പശ്ചാത്തലം തടഞ്ഞു വെച്ചതെന്ന ചോദ്യം കോടതി ഉന്നയിച്ചിരുന്നു. കോടതി തന്നെ ഇടപെട്ടാണ് പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെട്ടത്. പിന്നാലെയാണ് ഈ വിദ്യാർത്ഥികൾ തുടർ പഠനം ആവശ്യമാണ്, തുടർ പഠനത്തിൽ അഡ്മിഷൻ എടുക്കാൻ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ വീണ്ടും എത്തിയത്. ആ ഘട്ടത്തിലും സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ കോടതി അതിലും സർക്കാരിനോട് അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും പിന്നീട് ഇവർക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടി ഒരു ദിവസം അഡ്മിഷൻ എടുക്കാൻ പൂർണ്ണമായും അനുവദിക്കുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നതാ ആ കേസിലെ 6 കുറ്റാരോപിതർക്ക് കോടതി ജാമ്യം അനുവദിക്കുന്നു. അതിൽ ചില ഗുരുതരമായ പരാമർശങ്ങളടക്കം ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടൊക്കെ കോടതി നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അതെല്ലാം ഈ ഓർഡർ പുറത്തു വരുന്ന ഘട്ടത്തിലായിരിക്കും. എന്തെല്ലാം അടിസ്ഥാനത്തിലാണ് ഈ ജാമ്യം പ്രതികൾക്ക് നൽകിയതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. വിദ്യാർത്ഥികൾ ഈ 6 പേരോടും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 50,000 രൂപയുടെ ആൾ ബോണ്ടിലാണ് നിലവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം രക്ഷിതാക്കളോട് സത്യവാങ്മൂലം എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾ ഇനി ഈ ജാമ്യ കാലയളവിൽ മറ്റു കുറ്റകൃത്യങ്ങളൊന്നും ഏർപ്പെടില്ല എന്ന സത്യവാങ്മൂലം രക്ഷിതാക്കൾ എഴുതി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബോൺ ക്രിമിനൽ എന്നൊരു ടെർമിനോളജി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതിനെതിരെയും കോടതിയുടെ ഭാഗത്ത് ഒരു അതിർത്തി കോടതി പ്രകടിപ്പിച്ചിരുന്നു. ഇവർക്കെതിരെ മുൻ പശ്ചാത്തലം, ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതടക്കമായിരിക്കാം ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിക്കാൻ കാരണമായത് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷഹബാസ് വധക്കേസുമായി ബന്ധപ്പെട്ട് 6 വിദ്യാർത്ഥികൾക്ക്, 6 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു. ഷഹബാസിന്റെ പിതാവ് മുഹമ്മദ് ഇക്ബാലാണ് ഇവരുടെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് രംഗത്തെത്തിയത്. ഇവർക്ക് ജാമ്യം നൽകരുത്, ഇവർക്ക് ചെറുതിലെ തന്നെ ഇത്തരത്തിൽ കുറ്റവാസനയുള്ള ആളുകളാണ്, ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയിൽ അദ്ദേഹം ഉന്നയിച്ചെങ്കിലും അതൊന്നും കോടതി നിലവിൽ പരിഗണിച്ചില്ല. കോടതിക്ക് മുമ്പിൽ വന്ന തെളിവുകളുടെ അഭാവത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ 6 വിദ്യാർത്ഥികൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28-ാം തീയതി ഒരു ട്യൂഷൻ ക്ലാസ്സിലുണ്ടായ കലാപരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലാണ് ഷഹബാസിനെ മർദ്ദിക്കുകയും ഷഹബാസ് ആശുപത്രിയിലാകുകയും ചെയ്തത്. പിന്നീട് അടുത്ത ദിവസം തന്നെ മരണപ്പെടുകയും ചെയ്തു. തുടർന്ന് അന്വേഷണമൊക്കെ വളരെ കാര്യക്ഷമമായി പോയി 1-ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ നിലവിൽ കോടതി അതൊന്നും പരിഗണിക്കെടുക്കാതെ, അല്ലെങ്കിൽ ചില ലൂപ്പ് ഹോൾസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിലുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ഈ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അവർ പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കേണ്ടതുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഏത് ഘട്ടത്തിലും ഹാജരാകാൻ ആവശ്യപ്പെട്ടാൽ ഹാജരാകേണ്ടതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇനി ഓർഡർ പുറത്തു വന്ന ശേഷമായിരിക്കും ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷന് ഈ ഘട്ടത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. എസ് കെ കൃഷ്ണ സുരേഷ്, യഥാർത്ഥത്തിൽ ഈ സാമൂഹിക സാഹചര്യം അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം, പ്രതികരണങ്ങൾ, ഇതൊന്നും കോടതിക്ക് പരിഗണിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സജീവമായ ഒരു നാട്ടിൽ ചില പരിമിതികളൊക്കെ കോടതിക്ക് നിയമവ്യവസ്ഥയ്ക്കും ഉണ്ട്. അതേസമയം സാമൂഹിക സാഹചര്യം തീരെ പരിഗണിക്കാതിരുന്നാൽ ഈ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാകും എന്നുള്ള കാര്യത്തിലും നമുക്ക് വല്ലാത്ത അസ്വാസ്ഥ്യമുണ്ട്. വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതുകൊണ്ട് ഒരുപാട് നിയമങ്ങൾ കുട്ടികൾക്ക് അനുകൂലമാണ്. കുറ്റാരോപിതരായ കുട്ടികൾ പ്രായം ആയ ആളുകളെക്കാളും കടുത്ത രീതിയിലാണ് ഈ കുട്ടിയുടെ കൊലപാതകം നടത്തിയത് എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് നിയമങ്ങൾ അവർക്ക് അനുകൂലമാകുന്നു എന്നുള്ളത് വല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്.